ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ എണീറ്റ് പാടെ ഫ്രഷായി വന്ന് നേരെ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ടു. കുഞ്ഞനും കാച്ചും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. കാശു തലേദിവസം വൈകിട്ട് ബീച്ചിലൊക്കെ പോയി അർമാദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ ആശ അന്നൊരു 8 മണി വരെ കിടന്നുറങ്ങി. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ കലാപരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മുടെ പരിപാടി തുടങ്ങണം. കുഞ്ഞിനെ എണീക്കുന്നതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണേ. പിന്നെ കുഞ്ഞിനെ എണീറ്റാലും അമ്മ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് നോ ടെൻഷൻ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും ചെറുപയറും പപ്പടവും. ചെറുപയർ വെന്ത് വരുമ്പം കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറുപയർ അടുപ്പത്താക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പുട്ടിനുള്ള പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ പൊടി നനയുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപയറും റെഡിയായി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെറുപയർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ടു കേട്ടോ. ഇനി അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നേരെ നമ്മൾ അടുപ്പത്തേക്ക് കയറ്റണം. ഏതാണ്ടൊരു 3-4 വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ സെറ്റ് ആവും കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് വെക്കണം. കുക്കർ അടുപ്പത്ത് കയറ്റിയപ്പോഴത്തേക്കും കാജപ്പൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. തലേദിവസത്തെ ക്ഷീണം നല്ലതുപോലെ ഉണ്ടായിരുന്നു ആശാന്. കാരണം ബീച്ചിൽ പോയി കിടന്ന് മറിയായിരുന്നു കേട്ടോ. അമ്മ ചായ ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും എനിക്ക് വിശക്കണമെന്നും പറഞ്ഞിട്ട് ആശാൻ എണീറ്റ് വന്നത് തന്നെ. പിന്നെ വേഗം തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തു കൊടുത്തു. റസ്ക് വേണമെന്ന് ചോദിച്ചും പറഞ്ഞു. എനിക്ക് റസ്ക് ഒന്നും വേണ്ട, എന്തെങ്കിലും വേറെ തിന്നാൻ തരാൻ പറഞ്ഞു. പക്ഷേ രാവിലെ ഫുഡായിട്ടുണ്ടായിരുന്നില്ല. ഞാനും താമസമാണ് എണീറ്റത്. കാച്ചു എണീറ്റ് വന്ന പാടെ തന്നെ കുക്കു എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ പോയി അമ്മ എടുത്തുകൊണ്ട് വന്ന് 3 പേരും കൂടെ നിന്ന് കാർട്ടൂണാണ് കേട്ടോ കാണുന്നത്. കുഞ്ഞനും കണ്ടോളും, അമ്മയും കണ്ടോളും, കാച്ചുവും കണ്ടോളും. കാച്ചുവിന് സമയം പോക്ക്, അങ്ങനെ എല്ലാവരും ഹാപ്പി. അപ്പോൾ വേഗം തന്നെ ചായയെ കുടിച്ച് ഗ്ലാസ്സൊക്കെ തിരിച്ചു തന്നു. എനിക്കുള്ള കഴിക്കാൻ വേഗം കൊണ്ടുവരാനൊക്കെ ഓർഡർ ചെയ്താണ് കേട്ടോ എന്നെ അടുക്കളയിലേക്ക് വിടുന്നത്. പിന്നെ നേരെ പോയി പുട്ടൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊടിയൊക്കെ എടുത്തു. കാരണം കാച്ചുവിന് വിശപ്പിൻ്റെ വിളി വന്നാൽ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അമ്മ എന്തെങ്കിലും തരുന്നുണ്ടോ അമ്മ എന്ന് ചോദിച്ചിട്ട്. പണ്ട് അമ്മയെന്നായിരുന്നു കേട്ടോ വിളിക്കുന്നത്. ഇപ്പം വന്ന് അമ്മ 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 എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു നിനക്ക് ഇത് എവിടെ നിന്നാടാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയമ്മ. ഭയങ്കര പോളിഷ് ചെയ്തൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നേരത്തിന് നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ നല്ലതുപോലെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഭാഗത്തിൻ്റെ ഒരു കുക്കറുണ്ട്. ആ കുക്കറിൻ്റെ മണ്ടയിൽ മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെ സാധനമാണ് കേട്ടോ, അതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ചിരകി എടുത്തു. പുട്ടിലേക്കുള്ള തേങ്ങ മാത്രമല്ല കേട്ടോ, നമുക്ക് ചെറുപയർ കറി വെക്കാനുള്ള തേങ്ങയും കൂടി വേണം. അപ്പോൾ അതിന് രണ്ടിനും കൂടെയുള്ള തേങ്ങ ചിരകി എടുത്തു. ഇനി നേരെ നമ്മുടെ ചിരവയൊക്കെ കഴുകി വെക്കണം. കാരണം ഭയങ്കര ഉറുമ്പാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റൂല. ചെറിയൊരു തരി ഉണ്ടെങ്കിൽ തന്നെ അവത്തെ പിടിച്ചു ഇങ്ങനെ വരിയായിട്ട് വരിക ചെയ്യുന്നത്. അപ്പോൾ ചിരവയൊക്കെ ഒന്ന് കഴുകി വെച്ചു. ജനലിൻ്റെ പുറത്തേക്ക് അതിൻ്റെ നാക്കൊക്കെ നീട്ടി അതവിടെ സെറ്റ് ചെയ്തു. അവിടെ വീണ തേങ്ങാത്തരികളും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ തൂത്തൊന്ന് വൃത്തിയാക്കി. ഇനി അടുത്ത് നമ്മുടെ പുട്ടടുപ്പത്ത് കയറ്റണം. ഏകദേശം പൊടി നനച്ചൊരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടുപ്പത്തേക്ക് കയറ്റുന്നതിന് മുന്നേ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് വെള്ളം തളിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നനച്ചെടുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നേരെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തളിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നനച്ചെടുത്തു. ആവേശം മൂത്ത് പുട്ടുകുറ്റിയുടെ അടപ്പ് തുറന്നപ്പോഴത്തേക്കും ആണ്ടടാ തെറിച്ച് പോകുന്നു അതിൻ്റെ അകത്തുള്ള ഓട്ടച്ചിലെല്ലാം കൂടെ. പിന്നെ നിലത്തുനിന്ന് വാരി കൂട്ടി പെറുക്കിയെടുത്ത് അതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്ത് കുറച്ച് തേങ്ങായും കുറച്ച് പുട്ടുപൊടിയും അതിൻ്റെ മണ്ടേ കുറച്ച് തേങ്ങായും കൂടെ വാരി വിതറി എല്ലാം കൂടി പുഴുങ്ങാനൊരു വെപ്പായിരുന്നു. പിന്നെ രാവിലെ പുട്ടാക്കുന്ന ദിവസം പരിപാടി എളുപ്പമാണല്ലോ, കാരണം വേഗം 5 മിനിറ്റ് മതി, അധികം പണിയൊന്നുമില്ല. അപ്പോൾ നേരെ അടപ്പൊക്കെ അടച്ച് നമ്മൾ കുക്കറിൻ്റെ മണ്ടയിലേക്ക് കയറ്റിയിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ പുട്ട് റെഡി. അടുപ്പത്തുനിന്ന് വാങ്ങിയ ചൂട് പുട്ട് ആവേശം മൂത്ത് അതിൻ്റെ അടപ്പ് എന്ന് തള്ളി തുറന്നു കഴിഞ്ഞാൽ ആവി മൊത്തം കയ്യിലിരിക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഒരു പ്രാവശ്യം നല്ല രീതിയിൽ പൊള്ളിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു കത്തിയൊക്കെ എടുത്ത് 2 സൈഡിനും അല്ല 3 സൈഡിനും 2-3 മുട്ടൊക്കെ കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ഞാൻ ആ പുട്ടിൻ്റെ അടപ്പ് തുറക്കുന്നത്. വെറുതെ എന്നത്ര ഞാൻ എൻ്റെ ശരീരം കേടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടി ഒന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകാൻ പറ്റുമല്ല പൈതങ്ങളെ. അപ്പം നമ്മുടെ ചൂട് പിറകുന്ന പുട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആകെ ഞങ്ങൾ 3 ആളേ ഉള്ളൂ, ഞാനും അമ്മയും കാച്ചു. അബി ലീവ് കഴിഞ്ഞ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ചൂട് പിറക്കുന്ന നമ്മുടെ 2ാമത്തെ കുറ്റിപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുറ്റി പുട്ടും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പറഞ്ഞ സമയം കൊണ്ട് തന്നെ അതാ നമ്മുടെ ചൂട് പിറക്കുന്ന 3ാമത്തെ കുറ്റിപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. വെള്ളപാത്രം വെള്ളപ്പുട്ടും സൈഡിൽ പച്ച ഡിസൈനും അതിൻ്റെ സൈഡിലൊരു പച്ച ഇൻഡോർ പ്ലാന്റും മൊത്തത്തിലൊരു കോമ്പിനേഷൻ ഉണ്ടല്ലേ. എന്തായാലും സംഭവം സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊട്ടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അതിനുള്ള അരപ്പൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ പാകത്തിന് വെന്ത് നമ്മളെടുത്തു. ഇനി അടുത്തത് ഈ അരപ്പ് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ ചെറുപയറിലേക്ക് ചേർക്കണം. അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഉണ്ട്. പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുകും പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ഇളക്കിയപ്പോഴത്തേക്കും അരപ്പൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കാരണം ചെറുപയറിനകത്ത് വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമ്മൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചെറുപയർ വിട്ട് നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഏകദേശം നമ്മുടെ ചെറുപയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ പരിപാടി പപ്പടം കാച്ചിലാണ് കേട്ടോ. കാരണം പുട്ടും ചെറുപയറും പപ്പടമാണല്ലോ നമ്മുടെ കോമ്പിനേഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ട പപ്പടം എല്ലാം പൊള്ളിച്ചെടുത്തു കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അല്ലേ. നല്ല ചൂട് പറക്കുന്ന ചെറുപയർ കറി പൊള്ളിച്ചെടുത്ത പപ്പടവും എൻ്റെ അബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കോമ്പിനേഷൻ. ഒപ്പം ഞങ്ങൾക്കും ഇഷ്ടമാണേ. അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പിയുടെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? കഴിക്കണം. അപ്പോൾ കാച്ചുവിന് ചെറുപയറിനോടൊന്നും അത്ര താല്പര്യമില്ല. പുട്ടും പഞ്ചസാരയാണെങ്കിൽ കഴിച്ചോളും. പുട്ടും പഞ്ചസാരയും കൊണ്ട് കൊടുത്തപ്പം ആദ്യം അത്ര രസിച്ചൊന്നുമില്ല കക്ഷിക്ക്. അമ്മ പഴമില്ലേ അമ്മ എന്ന് ചോദിച്ച്. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെങ്കിൽ ശരി അമ്മ എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് വിശക്കുമ്പം കഴിച്ചോളാന്ന് വലിയ പുച്ഛഭാവത്തിൽ എന്നെ തള്ളിക്കളഞ്ഞു കേട്ടോ. പിന്നെ വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്കും പോന്നു. അടുത്ത ലക്ഷ്യം എൻ്റെ വയറ്റിലേക്ക് എന്തെങ്കിലും ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നേരെ പോയി അമ്മയ്ക്കും എനിക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു. കുഞ്ഞിനെപ്പോഴത്തേക്കും തൊട്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഏതാണ്ട് ഈ സമയമൊക്കെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഉറക്കത്തിൻ്റെ സമയമാണ് കേട്ടോ. അപ്പം ഞാൻ അമ്മയ്ക്കുള്ള ഫുഡും വിളമ്പി കൊടുത്ത് എനിക്കുള്ള ഫുഡും എടുത്ത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാനൊക്കെ ഇരുന്നു. കഴിക്കാനിരിക്കുമ്പോൾ കുറേ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കും കേട്ടോ. ആ സമയം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ആസ്വദിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചിട്ട് എണീക്കുന്നത്. കഴിപ്പൊക്കെ കഴിഞ്ഞ് എണീക്കാനായപ്പോഴത്തേക്കും കുഞ്ഞൻ്റെയും വിളി തൊട്ടിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്ന് നേരെ തൊട്ടിയുടെ അടുക്കിലേക്ക് ചെന്നു കേട്ടോ. ആശാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഇപ്പം കരയും എന്നുള്ള രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 1-2 തുള്ളി കണ്ണീരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അധികം കരയിച്ച് കഴിഞ്ഞാൽ നീട്ടിവിടും. അതുകൊണ്ട് വേഗം തന്നെ എടുത്ത് കൈപ്പിടിച്ചു. അടുത്ത് ഞാനും കുഞ്ഞിനും കൂടെ വാഷിംഗ് മെഷീനിലേക്ക് തുണിയിടാൻ പോവാണ് കേട്ടോ. കുഞ്ഞൻ കാര്യമായിട്ട് എന്തൊക്കെയോ കാഴ്ചയെ കണ്ടിരിക്കുന്നുണ്ട്. നേരെ വാഷിംഗ് മെഷീനിലേക്ക് തുണിയാക്കി ഇടണം. ഓട്ടോമാറ്റിക് ആകുന്നതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. നേരെ തുണി എടുത്തിട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് മേടിച്ച സമയത്ത് ഞാൻ അബിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഇത് അലക്കി ഉണങ്ങി തരത്തില്ല, തുണി ഇട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ നമ്മൾ. അപ്പോൾ പിന്നെ ഇത് അഴയില വിരിച്ചിടാനുള്ള വല്ല സെറ്റപ്പും കൂടെ ഉണ്ടോ എന്ന് നോക്കിക്കത്. അപ്പോൾ അബി പറഞ്ഞു, അയ്യടാ സൗകര്യം കുറച്ച് കൂടിപ്പോകത്തില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, അത് ഉണങ്ങി വരെ തരും. അഴയിൽ വിരിക്കുന്ന മെഷീനായിട്ട് നീ അങ്ങ് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ ആ വിഷമം അങ്ങ് മാറിക്കിട്ടോ എന്ന് പറഞ്ഞ് നൈസായിട്ട് എന്നെ ഒഴിവാക്കിട്ടോ. കേൾക്കുമ്പം ചളിയാനൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഇതുള്ളത് തന്നെയാണ്. അപ്പം എന്തായാലും കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വാഷിംഗ് മെഷീനിലെ പരിപാടി നടക്കില്ല എന്ന് കണ്ടപ്പം നേരെ കുഞ്ഞിനെ കൊണ്ട് നിലത്ത് കിടത്തി. ഒഴിച്ചു കൊടുക്കുന്ന സോപ്പ് ഓയിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പളഞ്ഞു പൊങ്ങി വീട് വരെ മുങ്ങിപ്പോകും എന്നൊക്കെ അവനോട് പറഞ്ഞത്. അതുകൊണ്ട് തുണിയാലെ ചളി പോയില്ലെങ്കിലും വേണ്ടില്ല, ഇനി മുങ്ങിച്ചാകടതല്ലോ എന്നും കരുതി ഒരു പിടി കുറച്ച് സോപ്പ് ഓയിലൊക്കെ ഒഴിച്ച് ഇടാനുള്ള തുണിയിട്ട് അതിൻ്റെ മൂടെ അടച്ച് പ്ലഗും കുത്തി. വെള്ളമൊക്കെ അത് തന്നെ ആവശ്യം എടുത്തോളൂല്ലോ. അതുകൊണ്ട് ആ വഴി തിരിഞ്ഞു നോക്കാതെ എൻ്റെ പണി നോക്കി ഞാനും പോന്നു കേട്ടോ. അപ്പോഴത്തേക്കും കാശുവിൻ്റെ വിളി അടുത്ത പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞപ്പൻ അതാ നിലത്ത് കിടന്ന് വിശാലസുന്ദരമായിട്ടൊരു കൈപ്പത്തിയും പിടിച്ച് കളിക്കുന്നുണ്ട്. കുഞ്ഞപ്പൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം കാച്ചുവിനെ കാണുക എന്നുള്ളതാണ് കേട്ടോ. കാരണം കുഞ്ഞപ്പൻ എത്ര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കാച്ചുവിനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞപ്പന് ഭയങ്കര സന്തോഷം. പിന്നെ കളിയായി ചിരിയായി അങ്ങനെ മൊത്തത്തിലൊരു സന്തോഷമാണ് കേട്ടോ അവന്. പക്ഷേ കാച്ചുവിനാണെങ്കിലോ 5 മിനിറ്റ് കൂടുതൽ ഒരു കലാപരിപാടിയും ചെയ്യുന്നത് ഇഷ്ടമല്ല, 5 മിനിറ്റ് കൂടുതൽ ഇരിക്കുന്നതും ഇഷ്ടമല്ല. എന്ത് കളിക്കുകയാണെങ്കിലും 5 മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ കിരുകിരേന്ന് വെച്ചിട്ട് ഓട്ടവും ചാട്ടവും മറിച്ചിലുമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള പരിപാടീസ് നോക്കണം. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും ഉപ്പിലിടാൻ മേടിച്ചുകൊണ്ട് വന്ന മാങ്ങയാണ്. ഉപ്പിലിടാൻ മേടിച്ചുകൊണ്ട് വന്ന മാങ്ങയാണെങ്കിലും ഉപ്പ് കൂട്ടി തിന്ന് ഞാനത് മുക്കാലം തീർത്തിട്ടുണ്ടായിരുന്നു. മിച്ച് വരുന്ന മാങ്ങ ഒന്നും കൊണ്ട് നമുക്ക് ചമ്മന്തി അരച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങയാണ് കേട്ടോ. അങ്ങനെ കുത്തുന്ന പുളിയൊന്നും ഇല്ലാത്ത. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൂടുതലും മൂവാണ്ടനൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇത് മൂവാണ്ടനൊന്നും അല്ല കേട്ടോ, വേറെ എന്തോ ഒരു മാങ്ങയാണ്. അപ്പോൾ ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങയൊക്കെ നമ്മൾ എടുത്തു. അടുത്തത് ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. 4 വലിയ പച്ചമുളകൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും തീരെ എരിവില്ലാത്ത മുളകാണ് കേട്ടോ. വലിപ്പം കണ്ട് നല്ല എരിവായിരിക്കും എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ വെറുതെയാണ്, തീരെ എരിവുണ്ടായിരുന്നില്ല. പൊട്ടുമുളകാണ് കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഉള്ളിയാണ് കേട്ടോ. കൂടെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടൊരു അങ്ങോട്ട് കറക്കണം. പക്ഷെ എൻ്റെ പൊന്നോ ഇന്ന ടേസ്റ്റാണെന്നറിയോ. ശരിക്കും ചൂട് ചോറും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. ആദ്യം മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മുകളിലൊക്കെ ആയിട്ട് കുറച്ച് തേങ്ങ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതൊന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് തൂത്ത് കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി മാങ്ങാ ചമ്മന്തി റെഡി. ഇനി അടുത്ത പരിപാടി എന്താ? ഇതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. എവിടെ നോക്കിയാലും എൻ്റെ ഈ ഇൻഡോർ പ്ലാന്റ് ഉണ്ടാവും അല്ലേ. ഞാനിത് മാറ്റുന്ന പരിപാടിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുറത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ ആ പൂവിൻ്റെയൊക്കെ മുകളിൽ ചെറിയ ചെറിയ വെള്ളത്തുള്ളിയൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ഇവിടെ മഴ ചാറിയപ്പോൾ നേരെ ഇടുക്കിയിലേക്ക് ഒരു കോളാണ് കേട്ടോ നമ്മുടെ നാട്ടുകാരിയെ. അവിടെ മഴയുണ്ടോ? പിന്നെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ.
അവിടുത്തെ ഏലമൊക്കെ നനയ്ക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിടത്ത് അന്നത്തെ മഴയും കൊണ്ട് ഏലവേ നനയ്ക്കേണ്ടി വരത്തില്ല ഇനി 2 ദിവസത്തേക്ക്. അങ്ങനെ ഒരു മറുപടിയായിരുന്നു കേട്ടോ തിരിച്ച് കിട്ടിയത്. കേട്ടപ്പോൾ ഒരു സന്തോഷം. പിന്നെ എന്തായാലും ഫോണും വെച്ച് ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് വാർക്കാൻ വെച്ചു. അതിൽ നിറച്ച് ചോറുണ്ടെങ്കിൽ എനിക്ക് വാർക്കാൻ കുറച്ച് പേടിയാണ് കേട്ടോ, കാരണം ഇത് വാഷ് ബേസിനിലേക്കൊക്കെ ചെരുവം വെച്ചിട്ട് വേണം വാർക്കാൻ. അപ്പോൾ നേരെ അമ്മേനെ വിളിച്ചു, ഒന്ന് വന്ന് വാർക്കാമോ എന്ന് ചോദിച്ച് അമ്മ നേരെ വന്ന് ചോറൊക്കെ വാർത്തിട്ടു. എന്നിട്ട് അടുത്ത നമ്മളിനി ഫുഡിങ്ങിനുള്ള പരിപാടിയാണ് കേട്ടോ. അമ്മ ചോറൊക്കെ വിളമ്പി ടേബിളിൽ കൊണ്ടുവച്ചു, പുറമെ ഞാനും കറിയൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ അധികം നമുക്ക് കറികൾ അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. മാങ്ങ ചമ്മന്തിയുണ്ട്, ചെറുപയർ കറിയുണ്ട്. വൈകിട്ടത്തേക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മേടിച്ച് കറി വെക്കാമെന്ന് ഓർത്തു. നമുക്ക് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിൽ പോകണം, എന്നിട്ട് വേണോട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. പതിവ് പോലെ അമ്മയും ഞാനും കൂടെ കഥയൊക്കെ പറയുന്നത് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ആ സമയത്തിന് കുഞ്ഞൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ ആണിട്ടോ തിരിഞ്ഞ് നോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആളുണ്ടോ എന്നുള്ളത് തൊട്ടിയിലാണെങ്കിലും പുള്ളി കണ്ണ് തുറന്ന് നോക്കും. എപ്പോഴും ആളെടുത്തുണ്ടെങ്കിൽ വഴക്കൊന്നുമില്ല കേട്ടോ, പക്ഷേ ആളെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആശാൻ ഇഷ്ടപ്പെടത്തില്ല, അപ്പം വഴക്കുണ്ടാക്കും. കഥ പറയാനും കൊണ്ട് നടക്കാനും കുഞ്ഞൻ എപ്പോഴും ഒരാൾ വേണം. അപ്പോൾ കുഞ്ഞൻ ഉറങ്ങിയ നേരത്തിന് വേഗം അമ്മയും ഞാനും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഈ ഫുഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു പണിയുണ്ട് കേട്ടോ. നമ്മൾ ഇൻഡോർ പ്ലാന്റ് മേടിച്ച് സെറ്റ് ചെയ്തിരുന്നു. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് വെയിൽ കൊള്ളിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇല്ലെന്ന് വെച്ചാൽ അത് അതിൻ്റെ കളറ് മങ്ങൂത്രേ. അപ്പോൾ അടുത്ത പരിപാടി ഇനി ഫുഡിങ് കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്ത് വെക്കലാണ്. അപ്പോൾ കൈ കഴുകി നേരെ വന്ന് ഈ പ്ലാന്റ് എല്ലാം നമ്മൾ പുറത്ത് നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഒരു 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെയിൽ വരും. അപ്പോൾ പിന്നെ വേറെ എങ്ങനെ നമുക്ക് ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് രണ്ടും നമ്മൾ പുറത്തേക്ക് കൊണ്ട് സെറ്റ് ചെയ്യണം. ഇത് വെയിലെടുപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ? അത് ഓരോ മൂലയ്ക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ശരിക്കും ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്നറിയില്ല, നേരിട്ട് കാണാൻ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നവൻ അവിടെ തന്നെ ആടിയൊലിഞ്ഞ് കാറ്റ് കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.